കെഎസ്ആർടിസിയുടെ ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിയിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെതിരെ കെഎസ്ആർടിസി ഹൈക്കോടതിയെ സമീപിച്ചു. ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാനാണ് കെഎസ്ആർടിസി ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ട് തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് ഹർജിയിലുള്ളത്. കുറഞ്ഞ ചെലവിൽ ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ബജറ്റ് ടൂറിസം. പദ്ധതി സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്നും കെഎസ്ആർടിസി കോടതിയെ അറിയിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്തൊക്കെ കാര്യങ്ങളാണ് വിഷയത്തിൽ കെഎസ്ആർടിസി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്? SSCR നമ്പർ 39/2025 ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രത്യേക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച നടപടിയിലാണ് ഇപ്പോൾ കെഎസ്ആർടിസി ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബജറ്റ് തീർത്ഥാടന ടൂറിസം പദ്ധതി തിരക്ക് നിയന്ത്രിക്കുന്നതിനെ മറികടക്കുമെന്നും തീർത്ഥാടകരെ ചൂഷണം ചെയ്യുമെന്നതുൾപ്പെടെയുള്ള ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ്. സത്യത്തിൽ കെഎസ്ആർടിസി ഉദ്ദേശിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് വഴി അവരുടെ സുഗമമായ നടത്തിപ്പ് സാധ്യമാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല, ഈ വിഷയത്തിൽ പ്രത്യേകമായി തന്നെ ഇപ്പോൾ ഇങ്ങനെ കെഎസ്ആർടിസിയുടെ ശ്രമം അവിടുത്തെ നടപടികളെ തകിടം മറിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തെറ്റിദ്ധാരണ മൂലമുണ്ടാകുന്ന റിപ്പോർട്ടാണ്. മാത്രമല്ല, കുറഞ്ഞ ചിലവിൽ ദർശനം സാധ്യമാക്കുകയാണ് കെഎസ്ആർടിസി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശബരിമല ഭാഗത്തുള്ള ലൈസൻസ് ഓഫീസർമാരുമായി ഈ പോലീസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഓഫീസറെ നിയോഗിക്കുകയും അവരുമായുള്ള ഒരു കോർഡിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോവുകയും ചെയ്യുക. കൂടുതൽ തീർത്ഥാടകർക്ക് വളരെ പെട്ടെന്ന് തന്നെ ദർശനം സാധ്യമാക്കുകയും അവരുടെ മറ്റു ഈ ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാക്കും എന്നതുൾപ്പെടെയാണ്. പോലീസും ദേവസ്വം ബോർഡിനും ഉൾപ്പെടെ സഹായകരമാകുന്ന നടപടിയാണ് തത്വത്തിൽ കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം ഉണ്ടാക്കുക. എന്തായാലും ദേവസ്വം ബോർഡുമായി തത്വത്തിൽ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി എന്ത് നിലപാടെടുക്കുക എന്നതുകൂടി ശ്രദ്ധേയമാണ്. ധന്യ. ശരി.